ഹലോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇന്നത്തെ അല്ല, ഇത് കുറച്ച് നാൾ മുമ്പുള്ള വീഡിയോയാണ്. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇതാണ് മണി ബോക്സ്. ആച്ചൂസിൻ്റെ മണി ബോക്സ് ആണിത്. മണി ബോക്സ് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് ആച്ചൂസിന് വേണമെന്നും പറഞ്ഞ് കുറച്ച് നാൾ മുൻപേ വാശി പിടിച്ചപ്പോൾ ഞാൻ അത് വാങ്ങി പൈസ പഴിക്കളയാതെ ഒരു കാർഡ്ബോർഡ് എടുത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒട്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ആച്ചൂസിന് കിട്ടിയ പൈസകളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഓരോ നമ്പരൊക്കെ വെട്ടി വെട്ടി വച്ചിരുന്നു. അപ്പോൾ എല്ലാ നമ്പരും വെട്ടാൻ പറ്റില്ല, കുറച്ചും കൂടി വെട്ടാനുണ്ടായിരുന്നു. ഒരു 10-200 രൂപ കൂടി വെട്ടാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ആച്ചൂസിൻ്റെ ഒരു ആവശ്യമായതുകൊണ്ട് ഇത് പൊട്ടിക്കേണ്ടി വന്നു. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ആച്ചൂസിന് തന്നെ ഒരു ആവശ്യത്തിനാണ്. അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാൻ അത് എത്ര രൂപ ഉണ്ടെന്നൊക്കെ എണ്ണി നോക്കുന്നുണ്ട്. ഒരുപാട് ഒന്നുമില്ല, എന്നാലും എന്താണ് 2000 സംതിങ് ഉണ്ടായിരുന്നു. കറക്റ്റ് എത്രയാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ പോകുന്നത് ആച്ചൂസിൻ്റെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സ് വാങ്ങാനാണ് പോകുന്നത്. ഞാനും ആച്ചൂസും ചേച്ചിയും കൂടിയാണ് പോകുന്നത്. ദേവൂട്ടി വന്നിരുന്നില്ല. ദേവൂട്ടിക്ക് അന്ന് സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ദേവൂട്ടി വന്നിരുന്നില്ല. നമ്മൾ മൂന്നുപേരും കൂടിയാണ് പോയത്. വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ചാലയിലാണ് പോകുന്നത്. അപ്പോൾ ചാലയിൽ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വെഞ്ഞാറമൂട്ടിൽ നല്ല റോഡ് പണി നടക്കുന്നത് കൊണ്ട് ബ്ലോക്കും ആയിരുന്നു. അതുപോലെ തന്നെ വണ്ടിയൊക്കെ തിരിച്ച് വേറെ റൂട്ടിൽ കൂടെ ആയിരുന്നു പോയത്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴും ഒരുപാട് ലേറ്റായി. നമ്മൾ കിഴക്കേക്കോട്ട ചെന്നിറങ്ങിയിട്ട് ചാലയ്ക്കകത്ത് ഷോപ്പ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ഒരു ഓട്ടോയിൽ കയറി ഇതുപോലെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സ് എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ആ ഓട്ടോയിലെ ചേട്ടൻ നമ്മളെ എവിടെയോ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതാണ് ഷോപ്പെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യ. കാരണം വെച്ചാൽ നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന ഓട്ടോയും പോയി. ഇനി നമ്മൾ എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യ. അതും അവർ ആ ഓട്ടോക്കാരൻ കൊണ്ടാക്കിയത് നമ്മളങ്ങ് എൻഡിൽ ആയിരുന്നു. പിന്നെ നമ്മളെ ഷോപ്പൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ പിന്നെ നമ്മൾ നടന്ന് ചോദിച്ച് എവിടെയാണ് ഷോപ്പിൻ്റെ നെയിമും അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചോദിച്ച് വേറൊരു ആട്ടോയിൽ കയറി ഇതുപോലെ അത് ഷോപ്പിൽ, അത് വേറൊരു ഷോപ്പിൻ്റെ മുൻപെയാണ് കൊണ്ട് നിർത്തിയത്. പിന്നെ അവിടെ നിന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഷോപ്പ് ഞാൻ കണ്ടുപിടിച്ചു. ഹോൾസെയിൽ കടയായിരുന്നു. അവിടെ ചെന്ന് കണ്ടുപിടിച്ച് നല്ല നല്ല കളക്ഷൻസ് ഉള്ള കടയായിരുന്നു. ഒരുപാട് ഐറ്റംസിൻ്റെ തന്നെ, അതായത് ഒരു ഐറ്റംസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി മോഡലുകളും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിലയും വളരെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല കളക്ഷൻസാണ്. അപ്പോൾ നമ്മൾക്ക് ഓരോന്നും ഇതുപോലെ നോക്കി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു തന്ന ഈ പയ്യനാണ്. നല്ല സർവീസായിരുന്നു. നമ്മളെ കൂടെ നിന്ന് എല്ലാവരും നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ നല്ല എല്ലാ കാര്യങ്ങളും അത് കറക്റ്റ് എടുത്ത് തരുകയും കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഓർണമെൻറ്റ്സ് മാത്രമല്ല, നമ്മളെ ഫാൻസി ഐറ്റംസൊക്കെ ഒരുപാടും കിട്ടും. നമുക്കെന്ന് വെച്ചാൽ ഇത് റീസെല് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചീപ്പ് വിലയിൽ നമുക്ക് ഫാൻസി ഐറ്റംസൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ റീസെല് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ലേസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബണ്ടിൽ ലേസൊക്കെ വാങ്ങിച്ചായിരുന്നു. ലേസിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കിഴക്കേക്കോട്ട ചെന്നിട്ട് നമ്മൾ നേരെ ചാലയ്ക്കകത്തോട്ട് കയറുമ്പോഴത്തേക്ക് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ഇടത് ഭാഗത്താണ് ഈ ഷോപ്പ് വരുന്നത്. ഷോപ്പിൻ്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാളായ വീഡിയോയാണ്. ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയതല്ല, തിരക്ക് കാരണം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചിറങ്ങിയപ്പോൾ തൊട്ടടുത്ത് നിന്ന് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് ചേച്ചിക്ക് ചെരുപ്പ് വാങ്ങണമായിരുന്നു. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് അവിടെ നമ്മൾ ഇറങ്ങി. അപ്പോൾ തന്നെ ഏകദേശം ഒരു വൈകുന്നേരം ആയി, 4 മണി 5 മണി ആ സമയമൊക്കെ ആയി. പിന്നെ നമ്മൾ ഒരു കടയിൽ കയറി ഷാർജ കുടിച്ചു. ആച്ചുവിന് ഷാർജ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഷാർജ തന്നെ കുടിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഷാർജ കുടിച്ച ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നല്ല ചുമയ്ക്ക് ഷാർജ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ചുമയായിരിക്കും. അങ്ങനെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. മിക്കുള്ളവരൊക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആച്ചൂസിന് ഷാർജ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളും അത് തന്നെ ഷാർജ തന്നെ കുടിച്ചു. പിന്നെ ചോറൊന്നും കഴിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയിരുന്നു. വിശപ്പുണ്ടായിരുന്നു, എന്നാലും ചോറൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ നമുക്ക് വീട്ടിൽ ലേറ്റ് ആവണതിന് മുമ്പ് പെട്ടെന്ന് വീട്ടിൽ വരാനുള്ള ഒരു ഇതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വെഞ്ഞാറമൂട് നല്ല ബ്ലോക്കാണ്, റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പം ബസ്സെല്ലാം വേറെ വഴി കൂടി തിരിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റായാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ആച്ചൂസിന് വാങ്ങിയ ഓർണമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ടേക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് പോയപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. വെഞ്ഞാറമൂട് തിരക്കും ബ്ലോക്കും ഒക്കെ കാരണം നല്ല ബ്ലോക്കാണ്. അപ്പോൾ വണ്ടിയൊക്കെ ഒരു വേറെ റൂട്ടിൽ കൂടെയാണ് തിരിച്ചൊക്കെ വിടുന്നത്. അപ്പോൾ നമ്മൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് വെഞ്ഞാറമൂട് വന്ന് നിൽപ്പുണ്ട്. വെഞ്ഞാറമൂട് എത്തിയപ്പോൾ തന്നെ ഏകദേശം സന്ധ്യയായി. പക്ഷേ ബസ്സൊന്നുമില്ലായിരുന്നു. ബസ് ഒരുപാടും
അതായത് ഫാസ്റ്റ് പാസഞ്ചർ എല്ലാം സ്റ്റാൻഡിൽ കയറാതെയാണ് പോയത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കല്ലറോട്ട് വരാനുള്ള ബസ്സൊക്കെ ഇത് വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും ഒരുപാട് ലേറ്റായാണ് കിട്ടിയത്. പിന്നെ കല്ലറ ബസ്സാണ് കിട്ടിയത്. മുധോള ബസ്സും കിട്ടിയില്ല. മുധോള ബസ്സാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. വീട്ടിനടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.